താൻ കല്യാണം കഴിഞ്ഞ് വരണേട്ടന്റെ കൂടെ UK-യിലേക്ക് പോയത് ഒട്ടും സന്തോഷമില്ലാതെയാണ്. തന്റെ പെറ്റമ്മയും അച്ഛനെയും പിരിയുവാൻ അവൾക്കൊട്ടും മനസ്സില്ലായിരുന്നു. UK-യിൽ ചെന്ന് കുറച്ചു നാളുകൾ വേണ്ടിവന്നു അവൾക്ക് ആ നാടുമായി ഒന്ന് പൊരുത്തപ്പെടാൻ. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു എന്ന വാർത്ത അവളെ വളരെയധികം സന്തോഷിപ്പിച്ചു. അങ്ങനെ ഇരിക്കെയാണ് അവർക്ക് ഒരു പൊന്നോമന ജനിച്ചത്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം തന്റെ മകളുടെ 1ാം ജന്മദിനം വളരെ ആഘോഷപൂർവ്വം നടത്താൻ വരുൺ തീരുമാനിക്കുന്നു. ഇതിനായി അവൾ വീടും പരിസരവും വൃത്തിയാക്കി. അപ്പോഴാണ് മുകളിലത്തെ ഷെൽഫിൽ മാറാലയുമായി കിടക്കുന്ന ഒരു എയർ ബാഗ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൾ ആ ബാഗ് പുറത്തെടുത്തപ്പോൾ അതിൽ താൻ പണ്ട് വായിച്ച നോവലുകൾ കണ്ടു. അതിലൊരു നോവൽ അവൾ കൗതുകത്തോടെ തുറന്നു നോക്കി. അപ്പോഴാണ് അതിൽ നിന്നും ഒരു ലെറ്റർ അവൾക്ക് കിട്ടിയത്. അവൾ അത് തുറന്നു വായിച്ചു. ആ കത്ത് തന്റെ അമ്മാവൻ കുഞ്ഞിക്കണ്ണൻ അവൾക്കായി എഴുതിയിരുന്ന കത്താണെന്ന് അവൾക്ക് മനസ്സിലായി. അതിലെഴുതിയിരുന്ന കാര്യങ്ങൾ കണ്ട് അവൾ ആകെ ഞെട്ടിവിറച്ചു. തന്നെ സ്വന്തമാക്കാനാണ് അവർ ഈ ക്രൂരതകൾ നടത്തിയത് എന്ന് അവൾ അറിഞ്ഞപ്പോൾ താൻ ഈ ലോകത്തു നിന്ന് പോകുന്നതാണ് അവർക്കുള്ള ശിക്ഷ എന്ന് അവൾ മനസ്സിലാക്കി. അതിനായി അവൾ കണ്ടെത്തിയ മാർഗം കാറിന്റെ ബ്രേക്ക് അഴിച്ചുവിടലായിരുന്നു. അങ്ങനെ അവൾ കാറുമായി പോകാൻ റെഡിയായി നിന്നപ്പോഴായിരുന്നു പുറകിൽ നിന്ന് വരുൺ വന്ന് ഗസ്റ്റുകളെല്ലാം വന്നു തുടങ്ങി എന്ന് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ അവൾ സ്വബോധം വീണ്ടെടുത്ത് ആഘോഷങ്ങളിൽ മുഴുകി. അങ്ങനെ ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിൽ അപ്രത്യക്ഷമായി ഒരു ഫോൺ കോൾ വരുണിനെ തേടിയെത്തി. അങ്ങനെ വരുൺ ബഹളത്തിനിടയിൽ നിന്ന് മാറി മുറിയിലേക്ക് പോയി. അങ്ങനെ ആ ഫോൺ സംഭാഷണത്തിൽ തന്റെ അമ്മയ്ക്ക് എന്തോ അപകടം സംഭവിച്ചു എന്നും പെട്ടെന്ന് ഫ്ലാറ്റിലേക്ക് വരണമെന്നുള്ള സെക്യൂരിറ്റിയുടെ ഫോൺ കോൾ ആയിരുന്നു അത്. അങ്ങനെ കുട്ടിയെ ജോലിക്കാരിയുടെ കയ്യിൽ ഏൽപ്പിച്ച് തന്റെ അമ്മയ്ക്ക് എന്തു പറ്റിയെന്നറിയാൻ വേണ്ടി രണ്ടുപേരും ഫ്ലാറ്റിലേക്ക് യാത്ര തിരിക്കുന്നു. ഗൗരി തന്നെ ബ്രേക്ക് അഴിച്ചു വിട്ട കാറായിരുന്നു എന്നുള്ള വിവരം അവൾ ഓർത്തതേയില്ല. വളരെ പെട്ടെന്ന് തന്നെ ആ വാഹനാപകടം സംഭവിച്ചു. രണ്ടുപേരും ആ വാഹനാപകടത്തിൽ ഒരുമിച്ച് യാത്രയായി. എല്ലാവരും ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.